മുംബൈ ഇന്ത്യൻസ് ആൻഡ് പഞ്ചാബ് കിങ്സ്. ഈ മുംബൈ ഇന്ത്യൻസിന് എന്താണ് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് 195 റൺസാണ് എടുത്തത് 20 ഓവേഴ്സിൽ. അതിൽ ക്വിന്റൺ ഡിക്കോക്കിന്റെ മനോഹരമായ സെഞ്ചുറി, 60 ബോൾസിൽ 112 റൺസ്, 31 ബോൾസിൽ 50 എടുത്ത നമൻദീപ്. ഈ രണ്ട് പ്ലേയേഴ്സും കൂടിയിട്ട് 15.1 ഓവേഴ്സിൽ, അതായത് 91 ബോളിൽ 162 റൺസ് എടുത്തു. ബാക്കിയുള്ള ബാറ്റ്സ്മാർ എല്ലാവരും കൂടി എടുത്ത് 33 റൺസാണ് 4.5 ഓവേഴ്സിൽ. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അവിടെ ഡിഫറൻസ് നോക്കൂ നിങ്ങൾ. ഇതിൽ നോക്കൂ, റയാൻ റിക്കൽട്ടൺ 2 റൺസ്, സൂര്യകുമാർ യാദവ് 0, ഹാർദിക് പാണ്ഡ്യ 14 റൺസ്, സോ റുദർഫോർഡ് 1 റൺസ്, 8 റൺസ് എടുത്ത തിലക് വർമ്മ. എന്തൊരു കളിയാണ് ഇതുവരെ. അതും പറയാനായിട്ട് ബുംറയ്ക്കാണെങ്കിൽ 5 മാച്ചുകൾ കളിച്ചിട്ടും വിക്കറ്റ് കിട്ടിയിട്ടില്ല. തുടർന്ന് ബാറ്റ് ചെയ്ത ഇവർ നോക്കൂ, നമ്മളെ പഞ്ചാബ് കിങ്സിൽ അതും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സിമ്രാൻ 80 റൺസ്, ദെൻ 66 റൺസ് എടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. അവർ നോക്കൂ 16.3 ഓവേഴ്സിലാണ് ഈ സ്കോർ ചെയ്തത്, 198 റൺസ് അടിച്ചു. ഈ പഞ്ചാബ് വൺ തിങ്, ദിസ് പഞ്ചാബ് കിങ്സ് is remain unbeaten in this tournament so far. They are the top of the table with 9 points, followed by RCB and Rajasthan Royals. ഈ കളിയിലെ താരം എന്ന് പറയുന്നത് 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്ത ഹർഷീത് സിംഗ്.